തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായ ആക്രമണം. 9 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. മറ്റ് 3 പേർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കടിയേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, ആ കുട്ടിയെ അതിക്രൂരമായാണ് നായ ആക്രമിക്കുന്നത്. കേരളത്തിൽ എവിടെയും എപ്പോഴും ആർക്കും സംഭവിക്കാൻ കഴിയുന്ന ഒന്നായി ഈ തെരുവുനായ ആക്രമണം മാറി എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ വസ്തുത. ഈ കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ? പുറത്തിറങ്ങി നടക്കാൻ നായ്ക്കളെ പേടിക്കേണ്ട ഒരു സാഹചര്യം പലയിടങ്ങളിലും പതിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കുട്ടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. കുട്ടി നടന്നു പോകുകയും ഈ തെരുവുനായ പിന്നാലെ വന്ന് കുട്ടിയുടെ കാലിൽ കടിക്കുകയും തുടർന്ന് കടിച്ച് തന്നെ പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. സമീപത്തു നിന്നും മറ്റൊരു വ്യക്തി ഓടി വന്നാണ് ഈ കുട്ടിയെ നായയുടെ കടിയിൽ നിന്നും രക്ഷിക്കുന്നത്. ഇത് 9 വയസ്സുകാരൻ കാശിക്കാണ് ഇത്തരത്തിൽ നായയുടെ ക്രൂരമായ ആക്രമണം ഏറ്റിരിക്കുന്നത്. വർക്കല പുല്ലാനിക്കോട് ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ കാശിയുടെ കാലിന് തെരുവുനായയുടെ കടിയേറ്റത്. ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കാശി ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അതേ നായ തന്നെ റോഡിലൂടെ ഓടുകയും സമീപത്തുണ്ടായിരുന്ന മറ്റുള്ള 3 പേരെ കൂടി കടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 62 വയസ്സുള്ള ലളിതാംബിക എന്ന ഒരു സ്ത്രീയുണ്ട്. 56 വയസ്സുള്ള ഈനയ്ക്ക് ഇതേ നായയുടെ കടിയേറ്റിട്ടുണ്ട്. മാത്രമല്ല 19 വയസ്സുള്ള ഷംസീർ എന്ന ഒരു ചെറുപ്പക്കാരനും ഇതേ നായയുടെ കടിയേറ്റിട്ടുണ്ട്. നായയെ ഈ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ കടിയുടെ ആഘാതം വളരെ ഗുരുതരമായി തന്നെ ഈ 4 പേർക്കും പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാവരും തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.